ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പുറത്ത് പോവാണ്. ഞാനും അമ്മയും പാർത്തിനും കൂടെ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോത്തീസിൽ പോവാണ്. ഒരു പിമ്പിൾ. ഓക്കെ, അപ്പം ഞാൻ ഒത്തിരി കമൻസ് കണ്ടു കേട്ടോ. ഹെയർ ബോട്ടോക്സിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കമൻസും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹെയർ അപ്ഡേറ്റ് ചോദിച്ചിട്ട്, എത്ര നാളായി ചെയ്തിട്ട് ഇപ്പം എങ്ങനെയാണ് ഹെയർ എന്നുള്ളത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് കമൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജോലിക്കൊക്കെ പോകുന്ന കാരണം എനിക്കിപ്പം വീഡിയോ എടുക്കാനായിട്ട് ടൈമില്ല. ഞാൻ ഒത്തിരി ടയേർഡാണ്, അതുകൊണ്ടാണ് ആക്ച്വലി വീഡിയോ ഇടാത്തത്. ഓക്കെ, അപ്പം ഇനി മുതൽ ഞാൻ വീഡിയോ ഇട്ടാലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. വീഡിയോ റെഗുലറായിട്ട് ഇടണം എന്ന് കരുതുന്നു, ഇടുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം എൻ്റെ ഹെയർ അപ്ഡേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുമോ? എനിക്ക് റൂട്ടിൽ നിന്ന് കേളി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ചുരുണ്ട മുടിയാണ്. റൂട്ടിൽ നിന്ന് എനിക്ക് കണ്ടോ, റൂട്ടിൽ നിന്ന് വളർന്നു വരുന്ന ഹെയർ എങ്ങനെയാ ഇപ്പോൾ കാണിക്കുക നിങ്ങളെ? അതെ കണ്ടോ, ഇതുവരെ എനിക്കിതേ കണ്ടോ ചുരുണ്ട മുടിയാണ്. എൻ്റെ നോർമൽ ഹെയർ ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ബോട്ടോക്സ് ചെയ്ത ഹെയർ. ഇവിടെ നിന്ന് ഇത്രയും ഇവിടം വരെ ആ ഒരു വളവ് കാണില്ലേ, ഇവിടം വരെ കേളി ഹെയർ ആണ്. അപ്പോൾ എനിക്ക് വളർന്നു വരുന്ന ഹെയർ ആ ചുരുട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ ഹെയർ. വളർന്നു വരുന്ന മുടി ചുരുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കി ആ ബോട്ടോക്സ് ചെയ്തത് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇതുവരെയും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ബോട്ടോക്സ് ചെയ്ത ഹെയർ അങ്ങനെ തന്നെ എനിക്ക് കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ വളർന്നു വരുന്ന മുടി അങ്ങനെ ചുരുണ്ട് വരുമ്പോൾ പകുതി ചുരുണ്ട മുടിയും ബാക്കി നല്ല സ്ട്രെയിറ്റ് ഹെയറും ആകുമ്പോൾ ചെറിയൊരു നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും എന്നുള്ളതല്ലാതെ എനിക്ക് ബാക്കി ആ ബോട്ടോക്സ് ചെയ്ത ഹെയർ അതുപോലെ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പോത്തീസിൽ പോവാണ്. പോത്തീസിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കുമെന്ന് പോലും അറിയില്ല, കാരണം എനിക്ക് ജസ്റ്റ് ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരാം കേട്ടോ. കൊണ്ടാണ് വരുന്നത്. അയ്യോ, ഓക്കെ. അപ്പം ഞാൻ റെഡിയായി, പാർത്തൻ റെഡിയായി. നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ കാണാൻ പറ്റുമായിരിക്കും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട്. ഇവിടുത്തെ ഹെയർ കണ്ടോ, ചുരുണ്ട മുടിയാണ്. അപ്പം ഞങ്ങളിതേ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഓട്ടോയിൽ കയറിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങളിത് ഓട്ടോയിൽ കയറി നേരെ പോത്തീസിലേക്കാണ് കേട്ടോ. ഒന്നും വേണ്ട, എനിക്കൊന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി, ജസ്റ്റ് ഒന്ന് പോത്തീസ് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അമ്മയെ കൊണ്ട് പോത്തീസിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മെറ്റീരിയലൊക്കെ കാണുമ്പോഴേക്കും വാങ്ങിക്കാൻ ഇങ്ങനെ തോന്നുമല്ലോ, ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളിതേ പോത്തീസിലെത്തി. ആദ്യം ഞങ്ങൾ പോയത് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ സെക്ഷനിലേക്കാണ്. കാരണം ഞാനൊരു മോഡൽ കണ്ടുവച്ചിട്ടുണ്ട്, എനിക്ക് അതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഞാൻ ഈ മെറ്റീരിയൽ എടുത്തു. ഫ്ലോറലാണ്, പാൻറ്റിനും ടോപ്പിനുമായിട്ട് ഈ മെറ്റീരിയൽ എടുത്തു. പിന്നെ ഈ ഒരു റെഡ് എടുത്തു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ റെഡ് ബാക്കി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം കഴിഞ്ഞായിരുന്നു. ആ ഒരു മെറ്റീരിയൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ എടുത്തു. അതിനുശേഷം നമ്മൾ ടോയ് സെക്ഷനിലേക്ക് പോയിട്ട് മോന് വേണ്ടി ടോയ് തപ്പുവാണ്. ഇവിടെ ഉള്ള കാറെല്ലാം വീട്ടിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇല്ലാത്ത കാറൊക്കെ ഇങ്ങനെ നോക്കി വളരെ സെലക്ട് ചെയ്താണ് ഓരോ കാറും എടുക്കുന്നത്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട കൺഫ്യൂഷനൊടുവിൽ ഈ ഒരു കാറും എടുത്തുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് കഴിക്കാനാണ് കേട്ടോ. എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ ഓർത്തു. അങ്ങനെ റെസ്റ്റോറൻറ്റ് തപ്പി പോവാണ്. അങ്ങനെ തപ്പി കണ്ടുപിടിച്ചു ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് എത്തി. എനിക്കാണെങ്കിൽ ചൂട് ചായ കുടിച്ചോളാൻ വയ്യ. അപ്പം ഞാനൊരു ചായ എന്തായാലും ആദ്യം പറഞ്ഞു. മോന് ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞു. പിന്നെ എനിക്ക് നല്ല ചൂട് പൊറോട്ടയും ചില്ലി ചിക്കനുമാണ് ഞാൻ ഓർഡർ കൊടുത്തത്. സംഭവം എത്തി, നല്ല ചൂട് പൊറോട്ടയും ചില്ലി ചിക്കനും. ആഹാ, ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ചു. മാൻഡേറ്ററി പോസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ഓട്ടോ തപ്പി നിൽക്കുകയാണ്.
അങ്ങനെ വല്ല വിധേനയും ഒരു ഓട്ടോ കിട്ടി. ഓട്ടോ ഒന്നും നിർത്തുന്നുണ്ടായിരുന്നില്ല, എല്ലാവരും റിട്ടേൺ ചോദിക്കുമായിരുന്നു, ഇത്രയും ലേറ്റ് ആയില്ലേ. അപ്പോൾ അമ്മ ഇങ്ങനെ എന്നെ ചെറിയായിരുന്നു കേട്ടോ, കാരണം എനിക്ക് പോത്തീസ് ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ വിളിച്ചിറക്കി കൊണ്ടുവന്നതല്ലേ. അവസാനം മെറ്റീരിയൽ എടുത്തു, ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു, ഐലൈനർ വാങ്ങിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഹലോ, അപ്പോൾ അതേ വീടെത്തി. ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിച്ചതെന്ന് കാണിച്ചിട്ട് കേട്ടോ. വേറെ ഒന്നും വാങ്ങിച്ചില്ല, കുറച്ച് മെറ്റീരിയൽ വാങ്ങിച്ചു. ഞാൻ ഒരു മോഡൽ കണ്ടുവച്ചിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ വാങ്ങിച്ചു, അതിന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. പിന്നെ ഒരു ഐലൈനർ വാങ്ങിച്ചു. ഞാൻ സാധാരണ കാജൽ മാത്രമേ എഴുതാറുള്ളൂ, ഞാൻ ഐലൈനർ എഴുതാറില്ല. ഞങ്ങൾക്ക് കാജൽ പേഴ്സണൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാജൽ. അപ്പം ഐലൈനർ എഴുതാറില്ല, അതുകൊണ്ട് എനിക്ക് എഴുതാനും അറിയില്ല. അപ്പം ഐലൈനർ വാങ്ങിച്ചിട്ടുണ്ട്, ഇനി ഐലൈനർ എഴുതി പഠിക്കണം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഐലൈനർ വാങ്ങിച്ചു, പിന്നെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളത് ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ട് കാണിച്ചു കേട്ടോ. അപ്പം ഞാൻ കുളിച്ചു, ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ, ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത്. ഈ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചു കേട്ടോ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി ഞാൻ അവിടെ എടുത്തുകൊണ്ട് നിന്നപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എനിക്ക് തോന്നുന്നു വളരെ കുറച്ചെന്തോ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ എടുത്ത് ഞാനിങ്ങനെ വെച്ചൊക്കെ നോക്കുന്നുണ്ടപ്പോൾ ഒരു ആൻറ്റി വന്നിട്ട് എന്നോട് ചോദിച്ചു കേട്ടോ, ഇതെവിടെ നിന്നാണ് എടുത്തേ, ഇതിന് ബാക്കിയുണ്ടോ എന്നൊക്കെ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു മെറ്റീരിയലാണ്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ബ്രിക്ക് റെഡ് അല്ലേ ഈ ഒരു ഷെയ്ഡ്, ബ്രിക്ക് റെഡ് ആണെന്ന് തോന്നുന്നു, ബ്രിക്ക് റെഡ് അല്ലേ ഇതിന് പറയുക ആണെന്ന് തോന്നുന്നു. ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽ എടുത്തു. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ, ഈ ഒരു ഫ്ലോറലും കൂടെ ഞാൻ എടുത്തു. ഇതിൻ്റെ ഒരു മോഡൽ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ തയ്ക്കാനായിട്ട്. അപ്പം ഇതതുപോലെ ഞാൻ തയ്ക്കാൻ വേണ്ടിയിട്ട് തയ്ച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് കൂടെ ഞാൻ എടുത്തു. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതാണ് കേട്ടോ, ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു, പിന്നെ 2 ഐലൈനർ വാങ്ങിച്ചു. ഇത് അവരുടെ പെൻ ഐലൈനറാണ്. ഇത് വാട്ടർ പ്രൂഫ് ലിക്വിഡ് ഐലൈനർ ആണ് കേട്ടോ. ഇത് പെൻ ഐലൈനർ ആണ്. അപ്പം ഞാൻ ഇത് രണ്ടും വാങ്ങിച്ചു. ഇത് അവരുടെ സിൻഫുൾ മാറ്റ് കളക്ഷനിലെ ഷെയ്ഡ് വന്നിട്ട് ഫോർ പ്ലേ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ഉണ്ടോ, അതൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്, ഞാൻ കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ കളറല്ലേ, ഇതാണ് കേട്ടോ ഷെയ്ഡ്, അടിപൊളി ഷെയ്ഡല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പോത്തീസിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ. ഇനി ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫ്ലോറലാണ് എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളത്. ഞാൻ റെഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ റെഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ റെഡ്. അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത്. പിന്നെ ഓണത്തിനിടാൻ വേണ്ടിയിട്ട് ഒരു നൈല ഉഷ ഇൻസ്പയർഡ് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് മേടിക്കാൻ പോകുമ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കും. അപ്പോൾ അത് മേടിക്കാൻ പോകുമ്പോൾ ഞാൻ ആ ബ്ലൗസിൻ്റെ കാര്യം കാണിച്ചു തരാം. നൈല ഉഷയുടെ ഞാൻ ഏതാ വീഡിയോ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യണമെന്നുള്ളത് അത് മേടിക്കാൻ പോകുമ്പോൾ ഞാൻ അവിടെ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.